വിഷ്ണു വിശാൽ ഐശ്വര്യ ലക്ഷ്മി ഒരുമിക്കുന്ന ഘട്ടഗസ്തി 2ന്റെ ട്രെയിലർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. വാ. റെഡ് ജെയിൻ മൂവി കുറെ കാലായി വേൽസ് ഫിലിം ഇന്റർനാഷണൽ சொல்லுங்க. കഥ ഐശ്വര്യ ലക്ഷ്മി വിഷ്ണു വിശാൽ അമ്മ കഥ, അച്ഛനും അമ്മയുള്ള കഥ, சண்டைக்காரி சாங். வேலைங்கிறது கௌரவம். விஷ்ணு விஷால் ஸ்டுடியோஸ். நீ வேலைக்கு போயே ஆகணும் ப்ளீஸ். ஹஸ்பண்ட் சம்பாதிக்கும் போது வைஃப் குடும்பத்தை பாத்துக்கிற மாதிரி வைஃப் சம்பாதிக்கும் போது ஹஸ்பண்ட் தானே குடும்பத்தை பாத்துக்கணும். இந்த மாதிரி ஒரு ஹஸ்பண்ட் இருந்தா எந்த பொண்ணையும் தோக்கடிக்க முடியாது. ഒരൊറ്റ ഡയലോഗ് പറഞ്ഞതേ ഉള്ളൂ, ഇതുപോലത്തെ ഒരു ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഒരു പെണ്ണിനെ തോക്കാൻ പറ്റൂലെന്ന്, തോൽപ്പിക്കാൻ പറ്റൂലെന്ന്. അതോടെ ഒരു അടി കിട്ടി. ഇത് നിങ്ങൾ ഘട്ടഗസ്തി കണ്ടവർക്ക് അറിയായിരിക്കും. ഭാര്യയുടെ ഒരു താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ഒരു സാധാരണക്കാരനായ ഭർത്താവ്. ഐശ്വര്യലക്ഷ്മി ഇതിന്റെ നല്ല റോളാണ്. ഇതിനോട് ആട്ടമേ ഇല്ല. ഇറ്റ്സ് വെരി ഡിസപ്പോയിന്റിംഗ്. ടെൻഷനായി. മെയിൻ വില്ലനാണെന്ന് തോന്നുന്നു. எக்ஸசைஸ் சொல்லி கொடுக்குறேன், ஏரோபிக் சொல்லி கொடுக்குறேன்னு நம்ம பொண்டாட்டிகளை வச்சு என்னென்ன பண்றா பாரு. பொண்ணுங்க எப்பவுமே அப்பா சொல்லும். யார் குட்டிமா உன் ஸ்கூல்ல இவ்ளோ முடியோட? புது மிஸ். ഡാഡി വരില്ല. ഡാഡി വന്നില്ല. ഇനി മമ്മി ഞാനേ വരും. മലയാളം ஒரு நிமிஷம் வீட்டை திறந்து போட்டு தூங்காதீங்க, நாய் உள்ள வந்துடும். உங்களை ட்ரைனிங் கொடுக்கறதுக்காக என் அம்மா வர சொல்லல, எனக்கு ஆய வேலை பார்க்கறதுக்கு தான் வர சொல்லியிருக்கேன். ഇത് കുറച്ച് നല്ല കോമഡിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ സിനിമയിൽ. പിന്നെ ഒരു പൊസസീവ്നെസ് റോളിലുള്ള ഒരു നായികയെ കൊണ്ടുവരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ട്രെയിലർ തന്നെയാണ്. കരുണാസ് ഉണ്ട്. அரசியலோட வேற ஏதாவது நல்ல புள்ளியெல்லாம் பார்க்கணும். നിങ്ങൾക്ക് അരസ്യം എന്താ പിടിച്ചത്? കൊള്ളാം, ട്രെയിലർ കൊള്ളാം. ഓ ചെല്ലായില്ല. இவர் ரெஸ்லர்னா റെസ്ലറാണ്. ரெஸ்லர் தாண்டி. വിഷ്ണു വിശാലും ഐശ്വര്യായിട്ട് അടിയുണ്ടെന്ന് അറിഞ്ഞൂടാ. செகண்ட் ரவுண்ட் ஸ்டார்ட். സെക്കൻഡ് റൗണ്ട്. സെക്കൻഡ് റൗണ്ട്. ക്ലൈമാക്സിൽ എന്തെങ്കിലും കാണിക്കും. Quite exciting. അത് ശരി. ജൂലൈ 3 ഗൈസ്. അപ്പം നായികയാണ് കളത്തിൽ ഇറങ്ങുന്നതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ബട്ട് നായകനും കളത്തിലിറങ്ങുകയാണ്. ഐശ്വര്യ ലക്ഷ്മിക്ക് ശേഷം വിഷ്ണു വിശാലും കൂടെ വരുന്നു. ആൻഡ് രമ്യയും വരുന്നുണ്ട് ഇതിൽ, ഗസ്റ്റ് റോൾ ആയിരിക്കും. ആൻഡ് വിഷ്ണു വിശാൽ ക്ലൈമാക്സിൽ ഒന്ന് അടിച്ച് പൊളിച്ച് റെസ്ലിംഗ് പടത്തിൽ ആ റെസ്ലിംഗ് ഒക്കെ ചെയ്ത് നല്ലൊരു മാസ് മൊമെൻ്റ് ഒക്കെ ഇട്ട് എല്ലാവരും എമോഷണൽ ആകുന്ന ഒരു സീൻ ക്ലൈമാക്സിൽ എന്തായാലും ഉണ്ടാവും. ട്രെയിലർ കൊള്ളാം. ഒരു പ്യുവർ ബ്ലിസ് ആയിട്ടുണ്ട്. കോമഡി ഉണ്ട്, സീരിയസ്നെസ് ഉണ്ട്, ഒരു മോട്ടിവേഷണൽ ടൈപ്പിൽ പോകുന്ന ഒരു പടം കൂടെയാണ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ആ ഒരു ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളും. ആൻഡ് ഐശ്വര്യ ലക്ഷ്മി കുറേ നാൾ കഴിച്ച് വീണ്ടും തമിഴിലേക്ക് വരുന്നു. വിഷ്ണു വിശാൽ കുറേ നാൾ കഴിച്ച് ഒരു സിനിമയുമായിട്ട് വരുന്നു. ആൻഡ് റെഡ് ജെയിൻ മൂവീസിനെ കാണാതെ അല്ലെങ്കിൽ പേര് കേൾക്കാതെ തന്നെ കുറേ നാളായതുപോലെ എവിടെയാണ് ഉദയനിധി സ്റ്റാലിൻ, ഇൻപനിധി സ്റ്റാലിൻ, ഉദയനിധി എവിടെയാണ്? അങ്ങനെ കുറേ നാൾ കഴിച്ച് ഒരു സിനിമ റിലീസ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ എല്ലാത്തിലും റെഡ് ജെയിൻ മൂവീസ് എന്നാണ് വരുന്നത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴേ വരുന്നുള്ളൂ. ട്രെയിലർ നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. എനിക്ക് തോന്നുന്നു ഐശ്വര്യ ലക്ഷ്മി ഒരു നല്ല റോള് തന്നെയായിരിക്കും. ആ ഘട്ടഗുസ്തിയെ പോലെ തന്നെ ഈ സെക്കൻഡ് റൗണ്ടിൽ വരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സൂപ്പർ ട്രെയിലർ.